അമ്മയിലെ തർക്കം സങ്കീർണവും രൂക്ഷവുമായ തലത്തിലേക്ക് കടക്കുകയാണ്. രാജിവെച്ചുവെന്ന് മാധ്യമങ്ങളോട് വന്നു പറഞ്ഞ ശ്വേതാ മേനോൻ ഇപ്പോൾ പറയുന്നത് രാജിവെച്ചിട്ടില്ല എന്നാണ്. നാളെ അൻസിബ പക്ഷം കൊച്ചിയിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു. കൂടുതൽ ആരോപണങ്ങളും ചെളിവാരിയേറും ഉണ്ടാകുമെന്ന് ഉറപ്പ്. എന്തായാലും അഡ്ഹോക് കമ്മിറ്റിയെ നയിക്കുന്ന രമേശ് പിഷാരടി വിഷയം രമ്യമായും നയപരമായും പരിഹരിക്കാൻ വലിയ ശ്രമങ്ങൾ എടുക്കുന്നുണ്ട്. അത് ഫലം കാണുമോ എന്ന് കാത്തിരുന്നു കാണണം. അജിംസ്, ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളൊക്കെ ഉണ്ടാകുന്നു. ശ്വേതാ മേനോൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ അഡ്ഹോക് കമ്മിറ്റിക്ക് എന്ത് സാധ്യതയും സാധുതയുമാണുള്ളത്? രമേശ് പിഷാരടി സിനിമാക്കാർക്കിടയിൽ ഏക MLA ആണ്. ആ കഴിവ് ഉപയോഗിച്ച് പിഷാരടിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ചെയ്യുന്നുണ്ട്. ഒരു ഭരണസമിതി രാജിവെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ സംഘടനയെ ചലിപ്പിക്കുക എന്നുള്ളതായിരിക്കും അഡ്വോക് കമ്മിറ്റിയുടെ ലക്ഷ്യം. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അത് തന്നെയാണ്. പക്ഷേ ശ്വേത ഇപ്പോൾ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന്, അവർ ഒരു ആരോപണ വിധേയമാണ്. ഇപ്പോൾ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല എന്നൊരു ആരോപണ വിധേയമാണ്. അപ്പോൾ അഡ്ഹോക് കമ്മിറ്റി ഭരണം ഏറ്റെടുക്കുകയും അവർക്ക് ആക്സസ് ഉണ്ടാവില്ല. ഇപ്പോൾ അവർ സാധാരണ അംഗങ്ങൾ മാത്രമാണല്ലോ, പഴയ കമ്മിറ്റി അംഗങ്ങളാണ്. അഡ്ഹോക് കമ്മിറ്റിയുടെയിലാണ് രേഖകളും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലാണ് ഉണ്ടാവുക. അവരാണ് അത് കണക്ക് പരിശോധിക്കുക. സോ നോ ആക്സസ്. യെസ്. അപ്പോൾ നമ്മളൊരു ഓഫീസിൽ നമ്മുടെ മേലൊരു ക്രമക്കേട് ആരോപണം വന്നു. നമ്മൾ ഓഫീസിൽ നിന്ന് പുറത്തായി കഴിഞ്ഞിട്ട് പിന്നെ ആ കണക്ക് ശരിയാക്കാൻ പറ്റില്ല. നമ്മുടെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെങ്കിൽ പോലും അത് തെളിയിക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിലേക്കുള്ള ആക്സസ് കുറയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരിന്ന് ഇതിൽ പറയുന്നത്, എന്താണ് ഓഡിയോയിൽ പറയുന്നത്, ഫോറൻസിക് ഓഡിറ്റ് വേണം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ അവർക്ക് സംശയം ഉണ്ടാകും, ചിലപ്പോൾ ഇരിക്കുന്ന പേപ്പറുകളൊക്കെ തെറ്റാണ്. അവരുടെ കാലത്തെ എന്താണ് പ്രധാനപ്പെട്ട കണക്കുകളെ പറ്റിയുള്ള ആക്ഷേപമുണ്ട്. അതാണ് ബഹളം ഉണ്ടായത്. ഇവരാരോപിക്കുന്നത് അത് മാത്രമല്ല, എനിക്ക് മുമ്പുള്ള കാലത്തെയും ആക്ഷേപമുണ്ടെന്നുള്ളതാണ്. ഇത് കേവലം ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ആ സംഘടനയ്ക്കകത്തുള്ള യഥാർത്ഥ ഗുരുതരമായ പ്രശ്നത്തിൻ്റെ ചില രോഗലക്ഷണങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, പല വ്യത്യസ്ത തരം താല്പര്യങ്ങൾ. അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ അതിൻ്റെ ഒരു പുരുഷ മേധാവിത്വം, ഒരു പാട്രിയാർക്കൽ സംഘടനയാണത്. പുരുഷന്മാരാണ് അത് ഭരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകുന്ന കരുതി എവിടെയാണ്? ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകുമ്പോഴാണ്. ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ തനത് സ്വഭാവം എന്താണോ അത് തന്നെയാണ് ശ്വേതാ മേനോനോട് റെപ്രസെൻറ്റ് ചെയ്തത് എന്ന് അൻസിബയുടെ ഉദാഹരണത്തിൽ നമുക്ക് വ്യക്തമാകുന്നു. ഇത് കൂടാതെ വ്യത്യസ്ത തരം താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, അതിനപ്പുറം വർഗീയ താല്പര്യങ്ങൾ കൂടി അതിൽ കടന്നു വരുന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അൻസിബയുടെ വിഷയം തന്നെയാണ്. അപ്പോൾ അൻസിബ ഉന്നയിക്കുന്ന പ്രശ്നത്തിൽ നമ്മൾ നോക്കുക, അതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയത്തിൽ. അൻസിബ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ്? അൻസിബ എന്ന നടിയെ വർഗീയമായി, വംശീയമായി അധിക്ഷേപിക്കാൻ ഒരു കൂട്ടം ആളുകൾ മുന്നിൽ നിൽക്കുന്നു. ആ ഒരു കൂട്ടത്തിന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ കൂട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന ജനപ്രതിനിധിയായ ഒരു സൂപ്പർ താരമാണ്. അതെല്ലാവർക്കും മനസ്സിലാവാതാരാണെന്നുള്ളത്. അപ്പോൾ അമ്മ എന്ന സംഘടനയിലേക്ക് സംഘപരിവാർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. സംഘപരിവാറിൻ്റെ താല്പര്യങ്ങൾ നുഴഞ്ഞു കയറുന്നു. ആ കൂട്ടത്തിൽ ശ്വേതാ മേനോനുണ്ട് എന്നാണ് അൻസിബയുടെ ആരോപണം. ആ കൂട്ടത്തിൽ ശ്വേതാ മേനോനുണ്ട് എന്ന് ആരോപിക്കുമ്പോൾ എന്തായി? ആ സംഘടനയെ നയിച്ച ആൾ ഈ താല്പര്യം സംരക്ഷിക്കുന്ന ഒരാളായിരുന്നു എന്ന് മാത്രമല്ല, അവർ ആ താല്പര്യം മാത്രമല്ല സംരക്ഷിക്കുന്നത്, അവിടെ അമ്മയ്ക്കെതിരെ ഇതിനു മുമ്പ് ഉയർന്നിട്ടുള്ള നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയർ ഉൾപ്പെടെ, ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയ ആരോപണ വിധേയർ ഉൾപ്പെടെ ഉള്ളവരുടെ അതേ താല്പര്യങ്ങളാണ് അവർ ആ അധിഷ്ഠാനത്തിൽ നടത്തിയത്. ഇപ്പോൾ അവർ എന്തു പറയുന്നു? എനിക്കെതിരെ ആരോപണം ഉണ്ടെങ്കിൽ കുറ്റാരോപിതരാണ് എന്നിട്ട് കുറേ പേരുകൾ പറയുന്നുണ്ടല്ലോ. സിദ്ദീഖ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേരുകൾ പറയുന്നുണ്ട്. ഈ പേരുകൾ പറയുന്നത് എന്താ വെച്ചാൽ ഇവരൊക്കെയാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. ജനറൽ ബോഡിയിൽ ബഹളം വെച്ച് ഇവരൊക്കെയാണ് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? താനൊരു ഇരയുടെ പരിവേഷം അണിയുകയും മുമ്പ് നടിയെ ആക്രമിച്ച കേസിൽ രംഗത്ത് വന്ന സ്ത്രീകൾ, WC ഉൾപ്പെടെയുള്ള സ്ത്രീകൾ, ആ സ്ത്രീകൾ മുന്നോട്ട് വെച്ചൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിനോടൊപ്പം താൻ നിൽക്കുന്നു, താൻ പെണ്ണായതുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ള നിലയിലേക്ക് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൽ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന നിലയിൽ ആര് പറയുന്നു, ഒരു വിഭാഗം പറയുന്നത് ശരി, ഒരു വിഭാഗം പറയുന്നത് തെറ്റെന്ന് പറയാൻ കഴിയില്ല. ശ്വേതാ മേനോനെ സംസാരിക്കുന്നവരുടെ എല്ലാം ഉദ്ദേശം ശുദ്ധമല്ല. അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങളാണുള്ളത്. ആ ബഹളം വെച്ചവർക്കും കയ്യേറ്റ ശ്രമം നടത്തിയവർക്കൊക്കെ മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. അവർ പ്രതിനിധാനം ചെയ്യുന്നത് നേരത്തെ ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ താല്പര്യങ്ങളാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എന്താണ് പറയുക, ജനിതകമായി തന്നെ ചീഞ്ഞു പോയിരിക്കുന്നു. ഇത് നന്നാക്കിയെടുക്കൽ ബുദ്ധിമുട്ടാണ്. നമ്മളിതിങ്ങനെ മടുപ്പുളവാകും വിധം ഇതിനകത്തു നിന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. ഇത് ഉടനെ ഒന്നും അവസാനിക്കാനും പോകുന്നില്ല. ഇനി ഒരു പുതിയ കമ്മിറ്റി വന്നു, അവർ അധികാരം ഏറ്റെടുത്തു. അതുകൊണ്ട് ആ സംഘടന നന്നാകാൻ പോകുന്നില്ല. അത് ജനിതകമായി തന്നെ അതിന് ചില വൈകല്യങ്ങളുണ്ട്, ഘടനാപരമായി തന്നെ വൈകല്യങ്ങളുണ്ട്. അത് ഇനിയും ആ പ്രശ്നങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഇതിൽ ശ്വേതാ മേനോൻ്റെ കാലത്തെ കണക്ക് ശരിയാണോ, അതിനു മുമ്പ് ബാബുരാജിൻ്റെ കാലത്തെ കണക്ക് ശരിയാണോ, അതൊന്നും ഉള്ളതല്ല പ്രശ്നം. ആത്യന്തികമായി ഇതൊരു സാമൂഹിക വിരുദ്ധ സംഘടനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുള്ളവർക്ക് രക്ഷയില്ല,
അതിനകത്തു നിന്നുള്ള ബഹളം കൊണ്ട് സമൂഹത്തിന് രക്ഷയില്ലാതായിരിക്കും. സാജു, ഇന്നിപ്പോൾ ആ പിഷാരടി ശ്വേതാ മേനോൻ ഓഡിയോ സംഭാഷണത്തിൻ്റെ ഓഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ കോർ എന്താണെന്ന് പിടികിട്ടിയോ? അപ്പോൾ തന്നെ പിഷാരടിക്ക് ഇനി ഇതിനകത്ത് എന്താണ് ചെയ്യാൻ പറ്റുക? ഇപ്പം അജിംസ് പറഞ്ഞു വെച്ച പോലെ ഈ വെള്ളിത്തിരയിലെ ക്രൂരമായ വില്ലൻ കഥാപാത്രങ്ങളുണ്ടല്ലോ, ഏതാണ്ട് അതേ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സംഘടനയായിട്ട് അമ്മയും അതിലുള്ളവരും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവർക്കിടയിലെ ഈ ഈഗോ അത് അങ്ങേയറ്റ തലത്തിലെത്തിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴെങ്ങും അവസാനിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതൃത്വം മാറി വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ആ സംഘടനയിൽ തീരും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. അത് ഇങ്ങനെയൊക്കെ തന്നെ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പണ്ട് നോക്കൂ, സിനിമാക്കാർക്കിടയിൽ വിനയൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന അലമ്പുകളുടെ ഒരു കാലമുണ്ട്. അന്ന് മറ്റേ ഫെഫ്ക പിളരുന്നു, മാക്ട പിളരുന്നു, ഫെഫ്ക ഉണ്ടാവുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ പലവിധ രൂപഭാവങ്ങൾ പല സമയത്തായി നടക്കുന്നു എന്നുള്ള. ഇന്ന് പിഷാരടിയുടെ ശ്വേതാ മേനോനുമായിട്ടുള്ള സംഭാഷണം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, പിഷാരടി ഒരു കൊള്ളാവുന്ന നടൻ മാത്രമല്ല, ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. ആ അർത്ഥത്തിലും അയാൾ വളരുന്നുണ്ട്. അതുകൊണ്ട് നല്ല മെയ്വഴക്കത്തോടു കൂടിയാണ് അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്നത്. ആ സംസാരം എന്താ, ശ്വേതാ മേനോനുള്ള സംഭാഷണം മുഴുവൻ ഏതാണ്ട് ഒരു 40 മിനിറ്റിലധികമുള്ള സംഭാഷണം നമ്മളൊന്ന് കേട്ടുക്കോ. വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ വഷളാക്കാനുള്ള ശ്രമമൊന്നും പിഷാരടി അവിടെ നടത്തുന്നില്ല. തൻ്റെ സംഘടന, താനിപ്പോൾ പ്രതികരിക്കുന്ന അഡ്ഹോക് കമ്മിറ്റിക്ക് വലിയ തട്ടുകേടൊന്നുമില്ലാത്ത നിലയിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം അതിനകത്ത് പിഷാരടി നടത്തുന്നുണ്ട്. അതായത് ശ്വേത അടക്കമുള്ളവരെ കൂടി ഉൾക്കൊണ്ടും അവരെ കേട്ടുകൊണ്ടും മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയും എന്നൊരു സന്ദേശം ശ്വേതയ്ക്ക് നൽകാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കത് മുഴുവൻ കേട്ടപ്പോൾ തോന്നുന്നത്. പിന്നെ കണക്കുകൾ നിങ്ങളല്ലാതെ കണക്ക് പരിശോധിക്കണം, അല്ലെങ്കിൽ ആ കണക്ക് ഞങ്ങൾക്കിപ്പോൾ ഇത് വിട്ടു എന്ന് ഞങ്ങളിത് തെളിയിക്കാൻ ഞങ്ങളുടെ നിരപരാധിത്വം എന്നൊരു നിലപാടാണ് ശ്വേതാ മേനോൻ ഇന്ന് ഇപ്പോൾ മലക്കം പറഞ്ഞ ശേഷം ഇന്ന് ആ സംഭാഷണത്തിൽ എടുക്കുന്നത്. അപ്പം പിഷാരടി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളല്ലാത്ത മറ്റൊരു കക്ഷി കൂടി വന്നിട്ട് ഈ കണക്കുകൾ പരിശോധിച്ചിട്ട് നിങ്ങൾ കുറ്റക്കാരല്ല എന്ന് പറയുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിരപരാധിത്വം ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നു. വളരെ ശരിയായ രീതിയിലുള്ള ചോദ്യവും, അല്ലെങ്കിൽ വീണ്ടും അങ്ങോട്ട് കയറണമെന്ന ശ്വേതയുടെ മോഹത്തെ എങ്ങനെ തടയാമെന്നതിൻ്റെ ഒരു ഫലപ്രദമായ രീതിശാസ്ത്രമൊക്കെ ആയിട്ടാണ് എനിക്കതിനെ തുടങ്ങിയത്. മറ്റൊന്ന് ഇതിനകത്തുള്ള മറ്റൊരു കാര്യം, ഈ അൻസിബയുടെ വിഷയം പരിഹരിക്കാൻ ഇടപെട്ടതിനെക്കുറിച്ച് കൂടി പിഷാരടി ഇതിനകത്ത് പറയുന്നുണ്ട്. പറഞ്ഞു വെച്ചിട്ട് അത് അഭിഭാഷകർ വഷളാക്കി കുളമാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മയപ്പെടുത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാനൊക്കെ പിഷാരടി ആ സംസാരത്തിനുടനീളം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അമ്മ എന്ന സംഘടന അത് എത്രത്തോളം മോശമായിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ കൂടി ഈ ശ്വേതാ മേനോൻ്റെ സംഭാഷണത്തിലുണ്ട്. എന്താണ് ജനറൽ ബോഡിയിൽ നടന്നത് എന്ന് അവർ പറഞ്ഞതിനെ പിഷാരടി തള്ളിപ്പറയുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നടന്ന തെറിവിളികൾ, അശ്ലീല പ്രയോഗങ്ങൾ ഒക്കെ നടന്നു എന്നൊക്കെ വാദിക്കുന്നുണ്ട് അവർ. ഇതൊക്കെ ശരിയാണെങ്കിൽ അതൊരു അങ്ങേയറ്റം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട ഒരു സംഘടന കൂടി ആയിരിക്കുന്നു അമ്മ എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നടത്തിയ ശുദ്ധീകരണ പ്രക്രിയ, അതായത് കഴിഞ്ഞ ഭരണസമിതി ഭയങ്കര പ്രശ്നമായതുകൊണ്ടാണല്ലോ ശ്വേതാ മേനോൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി വന്നത്. ഈ ശുദ്ധീകരണ പ്രക്രിയ അതിനെ കൂടുതൽ അശുദ്ധമാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം അതിന് തീർത്തും ജനാധിപത്യ ബോധമില്ലാത്ത ഒരു സംഘടനയായി അമ്മ മാറിയിരിക്കുന്നു. അതിനെ അങ്ങനെ നേരെ കൊണ്ടുവരാൻ ഒന്നും പെട്ടെന്ന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിഷാദ്, ഈ സംഭാഷണം കേൾക്കുമ്പോൾ അന്നവിടെ നടന്നത് നമ്മൾ കേട്ടതിനൊക്കെ അപ്പുറത്തേക്ക് അതിനേക്കാൾ രൂക്ഷമായ സംഗതികളാണെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഈ സംഭാഷണം. അപ്പോൾ അത് പരിഹരിക്കാൻ പിഷാരടി നടത്തുന്ന ചില അനുനയ നീക്കങ്ങളുണ്ട്. അത് ആ സംഭാഷണം കേട്ട് കഴിയുമ്പോൾ അത് ഫലം കാണുന്നൊരു ഉറപ്പ് നമുക്കില്ല. പക്ഷെ ഭാവിയിലെങ്കിലും പിഷാരടിക്ക് ഇത് ശരിയാക്കിയെടുക്കാൻ കഴിയുന്നൊരു തോന്നലുണ്ടോ? അല്ല, നേരത്തെ അതിൻ്റെ ജന്മപരമായ പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാകും എന്നുള്ളത് കാണേണ്ട കാര്യമാണ്. ഇതിലിപ്പോൾ നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചാൽ, ശ്വേതാ മേനോന് ആ പദവിയിലേക്ക് തിരിച്ചു വരണം, തിരിച്ചു വന്ന് എല്ലാവരുടെയും വിശ്വാസവും കയ്യടിയും നേടി ആ പദവിയിൽ തുടരണം എന്ന ആഗ്രഹമുണ്ട്. അതിനായിട്ട് അവരൊരു മൂവ് നടത്തുകയാണ്. ആവേശത്തിൽ ഇറങ്ങിപ്പോയത് തെറ്റാണെന്ന് അവർക്ക് ഇപ്പോൾ തോന്നുന്നു. ആ മൂവ് വിജയിക്കില്ല എന്നാണ് ഇന്ന് മനസ്സിലായത്. അഡ്ഹോക് കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്ന പൊതുവെ അതിൽ സ്വീകാര്യനായ പിഷാരടി അതിന് നിങ്ങൾ നിൽക്കണ്ട എന്നവരോട് പറയാണ്. എന്ന് വെച്ചാൽ കണക്ക് അവതരിപ്പിക്കാൻ ഞാൻ തന്മയത്വത്തോടു കൂടി പറയാണ്, കണക്ക് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് തരൂ അവസരം. കണക്ക് നിങ്ങൾ അവതരിപ്പിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള കണക്ക് ഞങ്ങളുടെ ടേബിളിലേക്ക് വെച്ചോളൂ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ, പേടിയൊന്നുമില്ലെങ്കിൽ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കണക്ക് വെച്ചോളൂ. നമ്മൾ നോക്കുന്നു, നിങ്ങളെ കുറ്റവിമുക്തരായി പ്രഖ്യാപിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരമില്ലേ, തെളിയിച്ചോളൂ. ഞങ്ങളെ കമ്മിറ്റി ഞങ്ങളുടെ മുമ്പിൽ കണക്ക് വെച്ചോ. അല്ല, ഞങ്ങൾ തന്നെ പോയി
അമ്മയുടെ തലപ്പത്തിരുന്ന് ഞങ്ങൾ ജനറൽ ബോഡി വിളിച്ച് ഞങ്ങൾക്ക് നിരപരാധിത്വം തിരക്കണം. അത് വേണ്ട. കാരണം എന്താണ്? അമ്മയിൽ തന്നെ ഞങ്ങളില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയത് നിങ്ങൾ. ഇനി നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ശ്വേത ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ പരീക്ഷ എഴുതുമ്പോൾ അതിൽ ഒരു മാർക്ക് കുറഞ്ഞു പോയപ്പോൾ റീവാലുവേഷന് കൊടുത്തതും പിന്നെ പുനഃപരിശോധിക്കാൻ അവസരം കിട്ടിയതും. അപ്പോൾ തന്ത്രപരമായിട്ട് പിഷാരടി പറയുന്നുണ്ട്. അതിന് മറുപടി എന്നറിയോ? അതെ, പുനഃപരിശോധിക്കാൻ അവസരം കൊടുക്കുമ്പോൾ അതുണ്ടാവണം. പക്ഷേ ആദ്യം നോക്കി ടീച്ചർ തന്നെ അല്ലല്ലോ രണ്ടാമത് നോക്കുന്നത് അല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണം നിങ്ങൾ തന്നെ പരിശോധിക്കുക എന്ന് വെച്ചാൽ അതൊരു നിലയ്ക്കും യുക്തിസഹമായിട്ടുള്ള കാര്യമല്ല. എന്ന് മാത്രമല്ല, ജനം പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ അവർ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് പിഷാരടി പറഞ്ഞ ഉദാഹരണം, ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. നാട്ടുകാർ സമ്മതിച്ചിട്ടില്ല ഇപ്പോഴും. അതുപോലെ നാട്ടുകാർ സമ്മതിക്കാവുന്നൊരു പ്രോസസ്സ് കൂടി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമാവും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇതിനകത്ത് വരാതിരിക്കുകയാണ് നല്ലതെന്ന് തന്ത്രപരമായിട്ട് പറയുകയാണ്. അവർക്കത് മനസ്സിലായിട്ടില്ല. കാരണം അവരുടെ പ്രശ്നം അവർ ഒന്ന് കണക്കിൽ ക്രമക്കേട് കാണിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം നേരിട്ട് അമ്മയുടെ തലപ്പത്ത് നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള മോശം മാർക്ക് അവിടെ കിടക്കുകയാണ്. ആ മോശം മാർക്ക് മാറ്റണം എന്നാണ് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എന്ന് മാത്രമല്ല, പവറിലേക്ക് തിരിച്ചു വരണം അവരും അവരെ പിന്നിൽ നിന്ന് ചരട് വലിക്കുന്ന താരസംഘങ്ങൾക്കും ആഗ്രഹമുണ്ട്. അത് നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ മൂവ് പാളുന്നാണ് ഈ സംഭാഷണത്തിൽ കണ്ടത്. അതൊരു മെസ്സേജാണ്. നിങ്ങൾ അതിന് നിൽക്കണ്ട, അത് നടക്കില്ല. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ പിഷാരടിക്ക് ഒരു സേ ഉണ്ട്. അയാളുടെ കൂടെയാണ് ഭൂരിപക്ഷം ആളുകളെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് എനിക്ക് തോന്നുന്ന ഒരു ആസ്പെക്റ്റ്, ഇതിപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ഒരു വ്യവസായ മേഖല എന്ന് മാത്രമല്ല, ആളുകളെ സ്വാധീനിക്കുന്ന, ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് സിനിമ. താരങ്ങൾ, ആരാധകർ, അവരുടെ സിനിമകൾ, അതുണ്ടാക്കാവുന്ന എല്ലാ സാമൂഹിക മേഖലയിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അതിനകത്ത് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ വർഗീയമായിട്ടുള്ള ചില എലമെൻറ്റുകൾ വന്ന് വീഴുന്നു. മലയാള സിനിമ എത്രയോ കാലമായി സെക്യുലർ പൊസിഷനിൽ നിന്നിരുന്ന ഒരു സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം. ഒരു വ്യവസായ മേഖലയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അതിനെ ചില ആളുകൾ വർഗീയതയ്ക്കകത്തും മുക്കാൻ ശ്രമിക്കുന്നു. ആ സംഘടനയ്ക്കകത്തും ജിഹാദി, മേത്തച്ചി പോലുള്ള വാക്കുകൾ കൊണ്ടുവന്ന് വർഗീയമാക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: കേരളത്തിലെ പൊളിറ്റിക്സ്, കക്ഷി രാഷ്ട്രീയക്കാർ ഇതിനെ എങ്ങനെ സമീപിക്കുന്നു? കേരളത്തിലെ ഒരു പ്രധാന മേഖലയെ വർഗീയതയിൽ മുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ മലയാള സിനിമയെ വർഗീയതയിൽ മുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് പറയാൻ ഇവിടുത്തെ സർക്കാരിന് ബാധ്യതയുണ്ടോ ഇല്ലയോ? സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ബാധ്യതയുണ്ടോ ഇല്ലയോ? സിനിമക്കാരുടെ കാര്യമാണ് വിടുക ചെയ്യേണ്ടത്. കാരണം എന്താണ്? അങ്ങനെ ആ സംഘടനയും ആ സംരംഭവും ആ മേഖലയും വർഗീയതയിൽ മുങ്ങിയാൽ നമ്മുടെ അവശേഷിക്കുന്ന തുരുത്തുകൾ കൂടി ഇല്ലാതാക്കാനുള്ള വലിയ പരിപാടിയാണ്. ബോളിവുഡിൻ്റെ അവസ്ഥ അറിയാലോ. ബോളിവുഡ് ഭയങ്കരമായി മതനിരപേക്ഷമായിരുന്ന ഒരു മേഖലയായിരുന്നു. ഇന്നത് ഉണ്ടാക്കുന്ന പടങ്ങൾ ഏത് സ്വഭാവത്തിലുള്ളതാണ്, അവിടെയുള്ള ഉണ്ടായി വരുന്ന കഥകൾ ഏത് സ്വഭാവത്തിലുള്ളതാണ്, അതിൻ്റെ പൊളിറ്റിക്സ് എന്താണ്, അത് കംപ്ലീറ്റ് മാറിയില്ലേ, ഉടച്ചു മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സിനിമ എന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് പ്രൊപ്പഗൻഡ സിനിമ ഉണ്ടാക്കാം, സർക്കാരിനെ വാഴ്ത്തുന്ന സിനിമ ഉണ്ടാക്കാം, മോദിയുടെ ബയോഗ്രഫി എടുക്കാം. അല്ലാതെ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക വിഷയങ്ങൾ ജെന്യൂനായി പറയുന്ന പടം എടുക്കാൻ പറ്റില്ല. എന്നതുപോലെ മലയാള സിനിമയ്ക്കകത്തും വർഗീയതയുടെ കുഴലുകൾ വെച്ച് വെള്ളം അടിച്ചു കയറ്റാനുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ തടുക്കാനുള്ള ബാധ്യത പൊതുസമൂഹത്തിനുള്ളതുപോലെ രാഷ്ട്രീയക്കാർക്കുണ്ട്. ഇതിന് മുമ്പൊരു സംഭവം ഉണ്ടായപ്പോൾ, ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ സംഘടന നിന്ന് കുലുങ്ങിയപ്പോൾ അതിനകത്ത് പൊസിഷൻ എടുക്കാതിരുന്നതിൻ്റെ മൊത്തം ദുരന്ത ഫലം കണ്ടാണ്. അന്ന് CPM, ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാം, അന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞു അമ്മയെ പിളർത്താനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന്. അമ്മയെ ആരെങ്കിലും പിളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്? ആ 4 വനിതകൾ അവർ ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെയാണ് അമ്മയെ പിളർത്താനുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത്. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വാചകം പറഞ്ഞത്. അമ്മയെ പിളർത്താൻ ആരും ശ്രമിച്ചിട്ടില്ല. അവരുടെ ന്യായമായ ആവശ്യം സംഘടന കേട്ടില്ല എന്ന വിഷമത്തിൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോയതിനെ പിളർത്താനുള്ള ശ്രമമായിട്ട് വികലമായി സമീപിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഖ്യധാരാ പാർട്ടികൾ. ഞാൻ പറയുന്നത് അമ്മയ്ക്കകത്തെ പ്രശ്നങ്ങൾ സീരിയസ് ആണ്. അമ്മയ്ക്കകത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഉപരിപ്ലവമായ നിലയ്ക്ക് കാണേണ്ട കാര്യമല്ല. അത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയെ വർഗീയവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടക്കുകയാണ്. അതിനോട് കറക്റ്റായിട്ടുള്ള പൊസിഷൻ എടുക്കാൻ കോൺഗ്രസിനും CPIM-നും അടക്കമുള്ള പ്രധാനപ്പെട്ട കക്ഷികൾക്ക് ബാധ്യതയുണ്ട്. സർക്കാർ അതിൽ അഭിപ്രായം പറയണം. പറയാതെ, സിനിമക്കാരെ ആരെയും വേദനിപ്പിക്കാതെ, പിന്നിൽ ചരട് വലിക്കുന്ന സൂപ്പർ താരത്തെയും വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള വലിയ പണം മുടക്കുന്ന മുതലാളിമാരെ വേദനിപ്പിക്കാതെ പോയാൽ അതിൻ്റെ ദുരന്തഫലം നാം അനുഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തൊരു കാര്യമുള്ളത്, വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് കാണുന്നത്. മഹാഭൂരിപക്ഷം പേരും കണക്കുകൾക്കകത്തെ ഇതൊക്കെ വിടാം. കണക്കുകളുമായി ബന്ധപ്പെട്ട സ്വാരസ്യങ്ങൾ, തർക്കങ്ങൾ, ബഹളങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പെരുമാറ്റത്തിലെ പ്രശ്നങ്ങളൊക്കെ വിടാം. അതിനകത്ത് കോർ ഇഷ്യൂസ് വർഗീയതയാണ്. അതിനകത്ത് വർഗീയത പറഞ്ഞവരെയും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചവരെയും എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു? മൗനമായി പ്രോത്സാഹിപ്പിച്ചവർ. ഈ ശ്വേതാ മേനോൻ ഇന്ന് പറയുന്നുണ്ടല്ലോ, സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സംഘടനയായിട്ട് അമ്മ മാറിയെന്ന്. അവരുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയെ വർഗീയമായി അധിക്ഷേപിച്ചപ്പോൾ അക്ഷരം മിണ്ടാതിരുന്ന ശ്വേതയ്ക്ക് ഇപ്പോൾ അത് പറയാൻ എന്ത് റൈറ്റാണ് ഉള്ളത്? അപ്പോൾ വ്യാജമായ ഒരു നെഗറ്റീവ് സൃഷ്ടിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു വനിതയാണ്, ഞാൻ വനിതയാണെന്നുള്ള വിക്ടിം കാർഡ് ഇപ്പോൾ എടുക്കുകയാണ്.
ഈ അൻസിബയ്ക്ക് പുറത്തിറങ്ങി പോലീസിൽ പോകേണ്ടി വന്നു. പോലീസ് കേസെടുക്കാതെ വന്നപ്പോൾ, ഈ സർക്കാരിൻ്റെ പോലീസ് കേസെടുക്കാത്തപ്പോൾ കോടതിയിൽ പോകേണ്ടി വന്നു. ആ കോടതി പറഞ്ഞു ജിഹാദി മേത്തച്ചി പരാമർശം തമാശയല്ല, കേസെടുക്കാൻ. അവരൊറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു താരവും അവരെ സഹായിച്ചിട്ടില്ല, ഒരു സംഘടനയും സഹായിച്ചിട്ടില്ല. ഇപ്പോൾ ഈ വിക്ടിം കാർഡ് പറയുന്ന ആര്, ശ്വേതാ മേനോൻ സഹായിച്ചിട്ടുണ്ടോ? സഹായിച്ചിട്ടില്ല. എന്നിട്ട് പറയാണ് അന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കത് വാല്യൂ ചെയ്യാമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ അൻസിബ ഒരു പ്രശ്നം ഉന്നയിച്ചപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ അവർ ഇടപെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. കണക്കുകൾ പ്രോപ്പറായിട്ട് അവതരിപ്പിക്കാൻ പറ്റാതെ വന്നോടെയാണ് അവരുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് ഈ കണക്ക് അവതരിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇവിടെ തുടരുമെന്ന് ചോദിച്ചത്. അപ്പോൾ അതിന് മറുപടി പറയാതെ ഇറങ്ങിപ്പോയ ആൾ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ശരിയായ കണക്കുണ്ടെങ്കിൽ ആ കണക്ക് ഇനി അഡ്ഹോക് കമ്മിറ്റിക്ക് കൊടുക്കുകയാണ് വേണ്ടത്. എന്ന് മാത്രമല്ല, അവരേത് കണക്ക് അവതരിപ്പിച്ചാലും ഒരു വനിത ആക്രമിക്കപ്പെട്ടപ്പോൾ, ഒറ്റയ്ക്ക് ആക്രമിക്കപ്പെട്ട സന്ദർഭത്തിൽ, അതും വെരിഫൈഡ് സംഗതിയാണല്ലോ, അൻസിബയ്ക്കെതിരായിട്ടുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ അതിനകത്തുണ്ടായി, കമ്മിറ്റി അംഗങ്ങൾ അതിൻ്റെ ചരട് വലിച്ചു, അതിൻ്റെ പിന്നിൽ വലിയ താരമുണ്ട് എന്നതൊരു വെരിഫൈഡ് സംഗതിയാണ്. ആ പ്രശ്നത്തിനകത്ത് ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്യാൻ പ്രവർത്തിക്കാതിരുന്ന ശ്വേത ഇനി വേറെ ഏത് കണക്ക് പരിഹരിച്ചാലും ഒരു നേതൃസ്ഥാനിയ എന്ന നിലയ്ക്ക് അവരുടെ ഭാഗത്ത് കിടക്കുന്ന കളങ്കം മാഞ്ഞു പോകത്തില്ല എന്നാണ് ഞാൻ പറയാം. അത് പരിഹരിക്കാൻ ഇപ്പോഴും അവർക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോൾ പിഷാരടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതിനകത്ത് ടിനി ടോമിന് വേണ്ടി സംസാരിച്ചു അല്ലേ? ഇല്ല, ഞാൻ ടിനി ടോമിന് വേണ്ടി സംസാരിച്ചിട്ടില്ല, ടിനി ടോമിനെ എതിർത്തും ഞാൻ സംസാരിച്ചിട്ടില്ല. അതാണ് ഒരു പ്രസിഡന്റ്. ഞാൻ ഒരു പദവിയിലിരിക്കുന്നു, എൻ്റെ കൂടെയാണ് സെയ്ഫു ജോലി ചെയ്യുന്നത്. സെയ്ഫിനെതിരെ ഒരു ആക്ഷേപം ഒരാൾ ഉന്നയിച്ചാൽ അത് ഞാൻ പരിശോധിക്കണ്ടേ? അല്ല, ഞാൻ മാറിയിരിക്കാനാണ് ചെയ്യേണ്ടത്. ഞാനത് പരിശോധിച്ച് എവിടെയാണ് അതിൻ്റെ മെറിറ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഭാഗത്ത് നിലപാടെടുക്കുകയും ആക്ഷനിലേക്ക് പോകണമെങ്കിൽ ആക്ഷനിലേക്ക് പോവുകയും ചെയ്യേണ്ടത്. അത് ചെയ്യാതിരുന്നതിൻ്റെ പാപം കൂടി അവരെ ഏൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു നിലയ്ക്കും അമ്മയുടെ തലപ്പത്തേക്ക് ശ്വേത വരാതിരിക്കാനുള്ള കരുതൽ ആ സംഘടനയെ സ്നേഹിക്കുന്ന മനുഷ്യർ, മലയാള സിനിമയെ സ്നേഹിക്കുന്നവർ അതിനകത്തുണ്ടെങ്കിൽ അവർ ചെയ്യണം. അവർ ഇൻകേപ്പബിൾ ആണ്. ഏത് മാന്യമായ ജസ്റ്റിസ് ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അവർ വരാതിരിക്കാനാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു ബഹുഭൂരിപക്ഷം സിനിമക്കാരും ആ ഒരു മൂഡിലുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ തിരിച്ചു വരാനുള്ള അവരുടെ ശ്രമം, അവരെ തിരിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനുള്ള സൂപ്പർ താര സംഘത്തിൻ്റെ ശ്രമം വിജയിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അമ്മക്കകത്തെ വിഷയം ചീഞ്ഞു നാറി തീർന്നിട്ടില്ല, അത് തുടരുകയും മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ തിരിച്ചു വരാനുള്ള ശ്വേതയുടെ തീരുമാനമോ ആഗ്രഹമോ അതിന് തടയിടാൻ വേണ്ടിയാണ് നാളെ അൻസിബ പക്ഷം വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്, വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും അൻസിബയ്ക്ക് അതിനകത്ത് പറയാനുണ്ടാവുക എന്നുള്ളത് ആകാംക്ഷയേറ്റുന്ന ഒരു സംഗതിയാണ്. ഇനി അതിന് മറുപടി പറയാൻ വീണ്ടും ശ്വേത ഒരിക്കൽ കൂടി വാർത്താ സമ്മേളനം നടത്തുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ഇതിനകത്ത് മുമ്പ് ഈഗോ കോംപ്ലക്സ് ഇഷ്യൂസ് ആയിരുന്നെങ്കിൽ വർഗീയത കൂടി വന്ന സ്ഥിതിക്ക് സാംസ്കാരിക വകുപ്പിനും സർക്കാരിനും ഇടപെടേണ്ട ആവശ്യകത കൂടിയുണ്ട്.